ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം സാധാരണ ഇതിൽ നമ്മൾ ജോലിയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, കാരണം ഞാൻ അതിൽ ഇൻട്രോ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ നോക്കുക. കാരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ SSLC അതുപോലെ +2 അതുപോലെ ഡിഗ്രി ഡിപ്ലോമ പല ക്വാളിഫിക്കേഷൻ ഉള്ളവർ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്കൊരു ഡിപ്ലോമ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. അതും നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ആ ഡിപ്ലോമ കഴിഞ്ഞ് നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ്, അതായത് വിവിധ റിക്രൂട്ടേഴ്സ് വന്നിട്ട് നിങ്ങളെ പ്ലേസ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഒരു പ്ലേസ്മെൻറ്റും തരുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണം താല്പര്യമുണ്ട്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അത് മാത്രമല്ല 10ാം ക്ലാസ് നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം, +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് ഒന്നും ഒരു ബാധകമല്ല, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിലേക്ക് വെറുതെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഇതിന് അതിൻ്റേതായുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതിന് ഒരു എക്സാം കാര്യങ്ങൾ നടത്തും, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം. ക്വാളിഫൈ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലാണ് ഇത് നടക്കുന്ന എക്സാം. നമ്മുടെ കൊച്ചിയിൽ ഇതിൻ്റെ ഒരു സ്ഥാപനം ഉണ്ട്, അപ്പോൾ നമുക്ക് കൊച്ചിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒരു സംയുക്ത സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു സബ് സെൻറ്റർ നമ്മുടെ പാലക്കാടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് അഡ്മിഷൻ, എന്താണ് ഈ ഡിപ്ലോമ, ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ഇതിലേക്കുള്ള ആ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ്, എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആണ്, അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഓക്കെ, എല്ലാം നമ്മൾ വീഡിയോയിൽ A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇതിലേക്ക് എത്രയാണ് ഫീ വരുന്നത്, നമുക്ക് എങ്ങനെ സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. എത്ര %, ഇപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ ഈ പറയുന്ന കോഴ്സ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയവരിൽ എത്ര % ആളുകൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമാക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരോ നിങ്ങൾ കഴിഞ്ഞവരോ ഒക്കെ അയാളും വെറുതെ നടക്കുന്നവരോ ആരെങ്കിലൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ പറയുന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ സിപ്പറ്റ് ആണ്, അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ആരുടെ കീഴിലുള്ള സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽസിന് കീഴിൽ, അതായത് മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിന് കീഴിൽ, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മന്ത്രാലയമായിട്ടുള്ള മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന സിപ്പറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. 2024 അഡ്മിഷനാണ് വിളിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് കൊച്ചിയിലെ കാര്യം ഒന്ന് കാണിക്കുക. ഇതാണ് നമ്മുടെ കൊച്ചിയിലെ, നിങ്ങൾക്ക് ഇവിടെ കാണാം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ നമ്മുടെ കൊച്ചിയിലുള്ളതാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് കാര്യങ്ങൾ തന്നെ ആദ്യം ഞാൻ കാണിക്കുക, കാരണം നിങ്ങൾക്ക് അതിലേക്ക് ഈ പറയുന്ന ഒരു താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്കുള്ള കോഴ്സുകളൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്ലേസ്മെന്റിന് വേണ്ടി ഇവർ ഏതൊക്കെ റിക്രൂട്ടേഴ്സ് ആണ് ഈ പറയുന്ന കൊച്ചി നമ്മുടെ സിപ്പറ്റിൽ അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. VKC ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ലുമാക്സ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് ഫേമസ് ആയിട്ടുള്ള അപ്പോളോ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊന്നല്ല, ഇനിയും ഒരുപാടുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിക്രൂട്ടേഴ്സിനാണ് അവരോട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന കൊച്ചിയിൽ പഠിക്കുന്ന സമയത്ത്, കൊച്ചി സിപ്പറ്റിൽ പഠിച്ച സമയത്ത് ഗ്രാൻഡ് സ്കോളർഷിപ്പ് എങ്ങനെയാണ് ആർക്കൊക്കെയാണ് കിട്ടിയത് ചിലപ്പോൾ 2019-22 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന DPMT കോഴ്സാണ്. അതിൽ 95 സ്റ്റുഡൻസ് ആണ് എൻറോൾ ചെയ്തിരുന്നത്. അതിൽ 53 സ്റ്റുഡൻസ് അതിൽ എലിജിബിൾ ആയിരുന്നു. 53 പേർക്ക് ഈ പറയുന്ന സ്കോളർഷിപ്പ് സാങ്ഷൻ ആയി എന്നാണ് പറയുന്നത്. ഇനി 2019-22 DPT കോഴ്സിലേക്ക് 100 കുട്ടികളിൽ നിങ്ങൾക്ക് 64 പേർക്ക് സ്കോളർഷിപ്പ് എലിജിബിൾ ആയിരുന്നു, 64 പേർക്കും കിട്ടി. അപ്പോൾ ഓരോ കോഴ്സിന്റെ പിന്നെ MSc ഒക്കെ ഉണ്ട് അവിടെ. അതൊക്കെ നമ്മൾ പിന്നീട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡിപ്ലോമയുടെ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ സ്കോളർഷിപ്പിന്റെ ആ ഒരു കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 0 കോസ്റ്റിൽ നമുക്കൊരു ഡിപ്ലോമയും നല്ലൊരു പ്ലേസ്മെന്റും കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം എല്ലാവരും ഇപ്പോൾ മറ്റു എഞ്ചിനീയറിംഗ് ഡിപ്ലോമകളും ഇതൊക്കെ ചെയ്ത് വെറുതെ നടക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലേസ്മെന്റ് ഒക്കെ ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ, സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അതിനോടൊരു അഭിരുചി വേണം കേട്ടോ, കാരണം നിങ്ങൾക്ക് അതിനോട് താല്പര്യം കാര്യങ്ങളൊക്കെ വേണം. വെറുതെ നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം പോയി കോഴ്സ് എടുക്കരുത്, നിങ്ങൾക്ക് അതിനോട് താല്പര്യം വേണം. ഓക്കെ, ഏത് കോഴ്സ് എടുത്താലും നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് അതെന്ത് ചെയ്യാം, നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും അത് വരിക, അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന സിപ്പറ്റ് 2024 അഡ്മിഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് എലിജിബിലിറ്റി കാര്യങ്ങൾ, ഏതൊക്കെ കോഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് 2024 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമിന് നമ്മൾ എങ്ങനെ സ്കോർ ചെയ്യുന്നു അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന്റെ മാതൃകയൊക്കെ ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം.
അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സുകളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജി DPMT എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ DPMT കോഴ്സ് നിങ്ങൾക്ക് 3 വർഷമാണ്, അതായത് 6 സെമസ്റ്റർ ആയിട്ടാണ് ഈ പറയുന്ന കോഴ്സ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏജ് ലിമിറ്റ് നമുക്ക് എന്താണ് ബാധകമല്ല. ഏജ് ലിമിറ്റ് എത്ര ഏജ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു കോഴ്സ് ആണ്. കാരണം നമുക്ക് ആ ഒരു പ്രൊഫഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, നമുക്കൊരു ജോലി എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ എയിം. അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഇതിലേക്ക് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, എൻട്രി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം 10ാം ക്ലാസ് ആണ് പാസ്സായിരിക്കുക. ഇനി 10ാം ക്ലാസ് നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം നിങ്ങളിപ്പം പോളിടെക്നിക്ക് മറ്റ് കോഴ്സുകളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമകളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും ഇതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ്. നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ്, ഈ ഗ്രാൻസിന് എലിജിബിൾ ആണ് എന്നൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു എക്സാം എഴുതി നോക്കാം. കോമൺ എക്സാം ആണ്, കോമൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു ടെസ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ജസ്റ്റ് എൻട്രി ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. 10ാം ക്ലാസ് ന്യൂ ഇയറിന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി ആണ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം DPT ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത്. 3 വർഷമാണ് ഈ പറയുന്ന ഡ്യൂറേഷൻ വരുന്നത്. 6 മാസമാണ്, 6 സെമസ്റ്റർ ആയിട്ടാണ് വരുന്നത് കേട്ടോ. 6 മാസം എന്നല്ല. ഏജ് ലിമിറ്റ് വരുന്നത് യാതൊരുവിധ ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ആർക്കും ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് 10ാം ക്ലാസ് ആണ് ഇതിൻ്റെ യോഗ്യത. ഇനി 10ാം ക്ലാസ് നിങ്ങൾ ഫൈനൽ എക്സാം, നിങ്ങളിപ്പം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ. അപ്പം നമ്മൾ മെയിൽ എക്സാമിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്ന, അപ്പം അവർക്കും അപ്ലൈ ചെയ്യാം, വന്നാലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾഡ് ഡിസൈൻ വിത്ത് CAD/CM ആണ്. അതായത് ഈ പറയുന്ന PDPMD വിത്ത് CAD/CM എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ കോഡ് വരുന്നത് 1.5 വർഷം ഡ്യൂറേഷനുള്ള 3 സെമസ്റ്റർ ആണ് ഇതിൽ വരുന്നത്. ഇതിന് ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ അല്ലെങ്കിൽ ടൂൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെക്കട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് അല്ലെങ്കിൽ പെട്രോ കെമിക്കൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഓർ DPMT അല്ലെങ്കിൽ DPT, ഈ പറയുന്ന ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 ഇയർ ഡ്യൂറേഷനുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഫൈനൽ ഇയർ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്ത് നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിലേക്കും യാതൊരുവിധ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കോഡ് വരുന്നത് PGD/PPT ആണ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 വർഷമാണ് കേട്ടോ. ഇതിൻ്റെ ഡ്യൂറേഷൻ 4 സെമസ്റ്റർ ആയിട്ട്. ഇതിലേക്ക് യാതൊരുവിധ ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത ഇതിൻ്റെ എൻട്രി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിഗ്രി സയൻസിലുള്ള ബിരുദമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, നിങ്ങൾക്ക് BSc നിങ്ങൾ കഴിഞ്ഞ് ബാച്ചലർ ഓഫ് സയൻസ് നിങ്ങൾ കഴിഞ്ഞെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇനി ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന PGD/PPT എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ആ പോസ്റ്റിലുള്ള ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾക്ക് ഏതൊക്കെ ക്യാമ്പസുകളിലാണ് ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാം ചെന്നൈ നിങ്ങൾക്ക് കാണാം ഈ 4 കോഴ്സും. ഇപ്പോൾ PGD/PPT അതുപോലെ PDPMD വിത്ത് CAD/CM അതുപോലെ ഡിപ്ലോമകളായിട്ടുള്ള DPMTയും അതുപോലെ DPTയും എന്ത് ചെയ്യുന്നത് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെന്നൈ ആ ഒരു CPTയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. SCS കൂടെ കാണാൻ പറ്റും. കൊച്ചിയിലാണെങ്കിൽ നമുക്ക് ഈ 2 കോഴ്സുകളാണ്. ഒന്ന് DPMTയും DPTയും മാത്രമാണ് അവൈലബിൾ കേട്ടോ കൊച്ചിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ മാർക്കിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ആ ചോയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കൊച്ചിയിൽ നമുക്കുള്ളത് 2 കോഴ്സാണ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. DPMTയും DPTയും ആണ് കേട്ടുള്ളത്. അപ്പോൾ ഈ 2 കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കൊച്ചിയാണ് മാത്രം നിങ്ങൾ നോക്കുന്നതെങ്കിൽ. ഇനി അതല്ല മറ്റ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ചെന്നൈ നിങ്ങൾക്ക് കാണാം. ഇനി ഏതൊക്കെയാണ് എന്നുള്ളത് സെൻറ്ററുകൾ ഇവിടെ കാണാം കേട്ടോ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ 30ഓളം സെൻറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ കോഴ്സ് ഫീ സ്ട്രക്ചർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കോളർഷിപ്പ് ഉണ്ടാവട്ടെ. ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിയതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതിലൊരു 60% കുട്ടികളും എലിജിബിൾ ആയവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ആ ഡാറ്റ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓരോന്നിൻ്റെ ഇപ്പം ഈ PGD/PPT ആണെങ്കിൽ 20,000 പെർ സെമസ്റ്റർ, ഓരോ സെമസ്റ്ററിനും 20,000 ആണ്. ദെൻ PDPMD ആണെങ്കിൽ 20,000 ആണ് വരുന്നത്. DPMT ആണെങ്കിൽ 16,700 പെർ സെമസ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് DPT ആണെങ്കിൽ 16,700 എന്നാണ് പെർ സെമസ്റ്റർ വരുന്നത് കേട്ടോ. കോഴ്സ് ഫീ വരുന്നത്. പിന്നെ മറ്റു ഫീ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഇൻഷുറൻസ് പോളിസി പറഞ്ഞാൽ 100 രൂപ വരുന്നുണ്ട്. പിന്നെ ആനുവൽ ഫീ എക്സാമിനേഷൻ ഫീ 200 പെർ തിയറി പേപ്പർ ഒരു പ്രാക്ടിക്കലിന് ഓരോ പേപ്പർ വൈസ് 200 രൂപ നമുക്ക് ആ ഒരു എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട്. പിന്നെ സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ അതിന് 250 വെച്ച് നമ്മൾ വാങ്ങും
അവർ വാങ്ങും കേട്ടോ. പിന്നെ ആനുവൽ ഫീ വരുന്നത് അഡ്മിഷൻ ഫീ 1500 വരുന്നുണ്ട്, അതൊരു തവണ അടിച്ചാൽ മതി നമ്മളെ. പിന്നെ ഒരു കോഷൻ മണി ഡെപ്പോസിറ്റ്സ് നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് 500 രൂപ കൊടുക്കണം, അത് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടും. ഇതിനടുത്ത ഫീ വരുന്നത് അലുമിനൈ ഫീ ആണ്, ഇവിടെ 150 ആണ്, ഇത് നമുക്ക് അഡ്മിഷൻ്റെ ഒരു തവണ നമുക്ക്. പിന്നെ ഹോസ്റ്റൽ ഫീ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ വൈസ് നിങ്ങൾക്ക് 10,000 രൂപയാണ്, അതിലും എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ഫുഡ് കാര്യത്തിന് നമ്മൾ എക്സ്ട്രാ അതിനനുസരിച്ച് കുറച്ച് ചാർജ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കോഷൻ മണി ഡെപ്പോസിറ്റ് പറയുന്ന ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ഒരു 1000 രൂപ അങ്ങനെ കൊടുക്കണം, അത് റീഫണ്ടബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് യൂണിഫോം ഡ്രസ് ഫീ ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എന്ത് ചെയ്യും, നിങ്ങൾ അഡ്മിഷൻ ടൈമിന് അതിനുള്ള ആ ഒരു യൂണിഫോമിന് ഒരു പൈസ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്മിഷൻ എന്നുള്ള കാര്യങ്ങൾ വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് എല്ലാം പറയുന്നത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, ഡിപ്ലോമ കോഴ്സ് ഏതാണെങ്കിലും ഈ പറയുന്ന CIPTൻ്റെ അതായത് സിപ്പറ്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2024 ഒരു കോമൺ ടെസ്റ്റ് ഉണ്ട്. ഈ കോമൺ ടെസ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം കേട്ടോ. ഇത് 9/6/2024 നിങ്ങൾക്ക് ജൂൺ 9-നാണ് ഈ അഡ്മിഷൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസമാണ് ടൈം ഉള്ളത്. അപ്പോൾ ആ മാസത്തിനുള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അഡ്മിഷൻ കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ SC ST OBC ഇങ്ങനെയുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ കട്ട് ഓഫ് ഒക്കെ വരിക. പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് 26/3 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് 31/5 വരെ, നിങ്ങൾക്ക് മെയ് 31 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി ഒരു മാസം നമുക്കൊരു 10-25 ദിവസം എന്താണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു ജൂൺ 9-നാണ്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു അഡ്മിഷൻ ലെറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് റിലീസ് ചെയ്യുന്നത് ഏകദേശം ജൂൺ 14 തന്നെ എന്ത് ചെയ്യും, അഡ്മിഷൻ ലെറ്റർ കാര്യങ്ങളൊക്കെ വരും, റിസൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ വരും. പിന്നെ ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓഗസ്റ്റിൽ തന്നെ, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അപേക്ഷയ്ക്ക് സമർപ്പിക്കുന്ന സമയത്ത് OBC ആണെങ്കിലും ജനറൽ ആണെങ്കിലും SC ആണെങ്കിലും ഏത് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും 100 രൂപ അപേക്ഷ ഫീസായിട്ട് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 100 രൂപ അപേക്ഷ ഫീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത് മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറൻസ്, അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് PDPMDയുടെയും ഇത് DPMTയുടെയും എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാണ്. ക്വസ്റ്റ്യൻ ഫോമിൻ്റെ കമ്പ്യൂട്ടർ വൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ സ്കീം വരുന്നത് ഈ പറയുന്ന DPT അതുപോലെ DPMT ആണെങ്കിൽ ജനറൽ നോളജ്, അതിൽ തന്നെ സ്പോർട്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, കറണ്ട് അഫെയർ ഒക്കെ ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻ ആണ്. ഈ PGD PPT ആണെങ്കിൽ അതിൽ 20 ആണ്. PDPMD ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത്. പിന്നെ സയൻസുമായി ബന്ധപ്പെട്ട് 20 ഈ പറയുന്ന DPT DPMTയിൽ, മറ്റേത് PG ഇതിനനുസരിച്ച് 10 വരുന്നത്. അത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ആണ് DPTയിലും DPMTയിലും വരുന്നത്. PGDP ആണെങ്കിൽ 10 to 10 വരുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഈ പറയുന്ന DPTക്കും DPMTക്കും ഇല്ല കേട്ടോ, ആ ഭാഗം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. PGD PPT അതുപോലെ PDPMD ആണെങ്കിൽ അവർക്ക് ഇതില്ല. PGD PPTക്ക് 10 മാർക്കിനുണ്ട്. ഇനി പ്ലാസ്റ്റിക്, പോളിമർ, ടൂൾസ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇവർക്കൊന്നുമില്ല. ഡിപ്ലോമ അതായത് DPTയും DPMTക്കും ഇല്ല, അത് ഇവർക്ക് മാത്രമേ ഉള്ളൂ. PDPMDക്ക് മാത്രമേ അത് 10 ക്വസ്റ്റ്യൻ ഉള്ളൂ. അങ്ങനെ 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. 50 ക്വസ്റ്റ്യൻ്റെ എക്സാമാണ് ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ട്രാക്ക് കാര്യങ്ങൾ ജസ്റ്റ് അതിൻ്റെ കറക്റ്റ് റെക്കോർഡ് ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പറയുന്ന 100 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2018-19 84 കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ട്. 2019-20 ആണെങ്കിൽ 87 കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ശതമാനമാണെങ്കിൽ 87% അല്ലെങ്കിൽ 87 നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം കേട്ടോ. 100% എന്നാണെങ്കിൽ 100 കുട്ടികളാക്കി എടുക്കാം, 100% എന്നുള്ള 100% അങ്ങനെ ആക്കി എടുക്കാം. 2020-21 നിങ്ങൾക്ക് 100%-ൽ 91%, അതായത് 100 കുട്ടികളാണെങ്കിൽ 91 കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ട്. 2021-22 അത് 89, 100 കുട്ടികളിൽ 89 പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. 2022-23 അത് 92 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജോബ് പ്ലേസ്മെന്റ്, ഹയർ സ്റ്റഡീസ്, നിങ്ങൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഈ പൈഡഗ്രാം അവിടെ കാണാം നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സ്റ്റാറ്റസ് ആയിട്ട്. അപ്പോൾ ജോബ് പ്ലേസ്മെന്റ് 80.85% ജോബ് പ്ലേസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ആ സ്റ്റഡീസിന് പോയവർ വേറെ ഉണ്ട് 12 to 15% കേട്ടോ. പിന്നെ ഇവരുടെ എന്താണ് റിക്രൂട്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. L&T ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. L&Tയിലൊക്കെ നമുക്ക് കിട്ടാൻ വലിയൊരു അവസരമാണ്. നമുക്കറിയാം അമേരിക്കൻ ബേസ്ഡ് MNC കമ്പനിയാണ്. അപ്പോൾ അവിടെയൊക്കെ കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാരുതി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരുപാട് ഫേമസ് ആയിട്ട് ടാറ്റ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊക്കെ എന്താണ് റിക്രൂട്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ക്യാമ്പസിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ളതൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്.
ഇനി നമ്മുടെ വീഡിയോയുടെ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ലിങ്കാണ് തരുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ പേജിലേക്കായിരിക്കും വരും കേട്ടോ. നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിപെറ്റ് അഡ്മിഷൻ ടെസ്റ്റ് 2024 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാണാൻ പറ്റും, സ്ക്രീനിലൂടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് റീഡ് ചെയ്ത ആ ഒരു എന്താണ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ട് ലിങ്ക് ഉണ്ട്, ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. പ്രാക്ടീസ് ടെസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ പോലെ തന്നെ അതിൻ്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അങ്ങനെ സബ്മിറ്റ് കൊടുത്ത് നിങ്ങൾക്ക് കാണാം സെക്ഷൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ ആണ്, 20 മിനിറ്റ് ടൈം ഡ്യൂറേഷൻ, സ്റ്റാർട്ട് ദ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഇവിടെ വരും. അങ്ങനെ സ്റ്റാർട്ട് ടെസ്റ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് വ്യൂ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ടിക്ക് ചെയ്യാം, നെക്സ്റ്റ് അതിലേക്ക് അങ്ങനെ പോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ഓപ്ഷനാണ്. ഒന്ന് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിനിൽ പോയി നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ന്യൂ യൂസർ എന്നാണ് കൂടെ കാണാൻ പറ്റും. ആ ന്യൂ യൂസറിൽ നമ്മൾ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു എക്സാമാണ് ഉണ്ടാകുക. അപ്പോൾ ആ എക്സാമിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് സെലക്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പേര് കൊടുക്കാം, മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം സെലക്ട് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം, മെയിൽ ഐ ഡി കൊടുക്കാം, കൺഫേം മെയിൽ ഐ ഡി, ഈ സെയിം മെയിൽ ഐ ഡിനെ ഇവിടെ അടിച്ചു കൊടുക്കാം. മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാവുന്നതാണ്. സെൻഡ് OTP കൊടുക്കാം. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഈ ക്യാപ്ചർ കോഡ് അടിച്ചിട്ട് നമ്മൾ സബ്മിറ്റും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിക്കാം കേട്ടോ. നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിട്ട് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ സെൻഡ് OTP എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഒന്ന് വെരിഫൈ ചെയ്യണം, നമ്മുടെ മൊബൈലിലേക്ക് OTP വരും, അത് നമ്മളവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. OTP അടിച്ചിട്ട് നമ്മളവിടെ വെരിഫൈ മൊബൈലിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ വെരിഫൈ ആവും. ഇനി ഈ ക്യാപ്ചർ കോഡ് അടിച്ചിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മെസ്സേജും കൂടെ കാണാൻ പറ്റും. ഡിയർ കാൻഡിഡേറ്റ്സ് യു ആർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ബേസിക് രജിസ്ട്രേഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ യൂസർ ഐ ഡി ഇതാണ്, നമ്മുടെ മൊബൈൽ നമ്പർ ആയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മുടെ യൂസർ ഐ ഡി വരുന്നത്. പാസ്വേഡ് വരുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് നിങ്ങൾ എന്താണ് എഴുതി വെക്കണം കേട്ടോ എവിടെയെങ്കിലും, പിന്നെ അത് മിസ്സായി പോകരുത്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മെസ്സേജ് ആയിട്ടും വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണാം പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യൂസർ ഐ ഡി എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. പാസ്വേഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ആ പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്ക് വന്ന പാസ്വേഡ് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ആ പാസ്വേഡ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതവിടെ ലോഗിൻ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വീണ്ടും അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ വായിക്കുക. ഒക്കെ വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് അക്കാദമിക് ഡീറ്റെയിൽസ് ആണ്, പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, പിന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം, പിന്നെ പ്രിവ്യൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇത് ഫോം ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബേസിക് ആയ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത പേരും മെയിൽ ഐ ഡി കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ മുതൽ കാറ്റഗറി മുതൽ നമ്മൾ ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് പോകാം. ഞാൻ ജനറലാണ് കൊടുക്കുന്നത്, നിങ്ങൾ OBC ആണെങ്കിൽ OBC അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് കൊടുക്കുക, പാരൻസ് എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പം അതൊന്നും നിർബന്ധമില്ല കേട്ടോ, ഈ പാരൻസിൻ്റെ ജോലിയൊന്നും നിർബന്ധമില്ല, കൊടുത്തോളണമെന്നൊന്നും ഓക്കെ ഇൻകം ഒന്നും നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ മൊബൈൽ നമ്പർ നിങ്ങളൊരു മൊബൈൽ നമ്പറും കൂടെ അതിൽ ആഡ് ചെയ്യണം, ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ഒരു നമ്പർ ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, നമുക്ക് പാസ്പോർട്ടോ സ്റ്റുഡൻറ്റ് IDയോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതാച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതായത് ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക, നമ്മൾ നോ കൊടുക്കുക. ഇതിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് പെർമനൻറ്റ് അഡ്രസ്സാണ് ആദ്യം കൊടുക്കുക. നമ്മുടെ SSLC ബുക്കിലൊക്കെ ഉള്ള അഡ്രസ്സാണ് ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സായിട്ട് വരിക. പിന്നെ നിങ്ങൾ കോറസ്പോണ്ടൻസ് അഡ്രസ്സിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് രണ്ടും നിങ്ങൾ ആ SSLC ബുക്കിലുള്ള അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെയിം ആസ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മുകളിൽ കൊടുത്ത അഡ്രസ്സ് ഇവിടെ കോപ്പി ആവും കേട്ടോ. ഇനി അതല്ല രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഇനി എക്സാം സിറ്റി ചോയ്സ് ഉണ്ട് നമുക്കിവിടെ, നമുക്ക് ഇപ്പം എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് ഇവിടെ നിശ്ചിതമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ നമുക്കിവിടെ കാലിക്കറ്റ് ഉണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും, കൊച്ചി ഉണ്ട്, പിന്നെ തിരുവനന്തപുരം ഉണ്ട്. 3 എക്സാം സിറ്റിയാണ് നമുക്ക് കേരളത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാലിക്കറ്റാണ് കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ 3 എണ്ണം നമ്മൾ കൊടുക്കണം കേട്ടോ. അടുത്ത ഞാൻ കൊടുക്കുന്നത് കൊച്ചി കൊടുക്കുന്നു, അടുത്ത് ഞാൻ തിരുവനന്തപുരമാണ് കൊടുക്കുന്നത് കേട്ടോ. 3 സെൻറ്റർ ഞാൻ കൊടുത്തു. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അത് ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു.
അടുത്ത നമ്മൾ ഏത് കോഴ്സാണ് സെലക്ട് അക്കാദമിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കോഴ്സ് അപ്ലൈഡ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, ഡിപ്ലോമ അതാണോ, അതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് DPT ആണോ, അതായത് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി ആണോ, ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജി ആണോ, ഏതായാലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജിയാണ് കൊടുക്കുന്നത് വിചാരിക്കുക. അത് ഞാൻ അവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് ഏജ് ലിമിറ്റ് നമുക്ക് ബാധകമല്ല, അതുകൊണ്ട് തന്നെ അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ നെയിം ഓഫ് ദ ക്വാളിഫിക്കേഷൻ ആണ്. ജസ്റ്റ് SSLC അത് കൊടുത്താൽ മതി. ദെൻ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ റിസൾട്ട് പാസ് ആണെങ്കിൽ നിങ്ങൾ പാസ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പിയറിംഗ് എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അടുത്ത് ചോദിക്കുന്നത് ഇയർ ഓഫ് പാസിംഗ് ഓർ അപ്പിയറിംഗ് ആണ്. നമ്മൾ ഈ പറയുന്ന അപ്പിയറിംഗ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോൾ 2024 എന്നുള്ള ജസ്റ്റ് അതന്നെ അങ്ങനെ കൊടുത്താൽ മതി. ഇയർ മാത്രം കൊടുത്താൽ മതി. 2024 അപ്പോൾ നമ്മളുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ പാസ്ഡ് എന്നാണെങ്കിൽ നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ 2018 വിചാരിക്കുക എന്ന് ഞാൻ ഡണ്ണ് കൊടുക്കുന്നു. ഈ ബോർഡർ യൂണിവേഴ്സിറ്റി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കേരള SSLC ആണ്, സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ചോദിക്കുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്യാം, വേണമെങ്കിൽ നിർബന്ധമില്ല. ഇനി അടുത്ത് നിങ്ങളോട് ചോദിക്കുന്നത് ചോയ്സ് ഓഫ് ഈ പറയുന്ന സിപ്പറ്റ് സെൻറ്ററാണ് അഡ്മിഷൻ. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് ഇപ്പോൾ ഇതിനൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊച്ചി താല്പര്യപ്പെടുന്നത് കൊച്ചി തന്നെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രിഫറൻസ് നമ്മൾ പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഇത്രയും സെൻറ്ററുകളാണുള്ളത് നിലവിൽ. ഇപ്പോൾ ഞാനിവിടെ അടുത്ത് ചെന്നൈ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനടുത്ത് മൂന്നാമത്തത് മൈസൂർ കൊടുക്കുകയാണ്. ഓക്കെ, ഈ 3 ഓപ്ഷനാണ് കൊടുത്തത്. അപ്പോൾ എവിടെയാണോ ആദ്യം നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അത് ആദ്യം കൊടുക്കണേ. കൊച്ചി ആദ്യം കൊടുക്കുക. കൊച്ചിയിലാണ് ആദ്യം വേണ്ടെങ്കിൽ അത് നമ്മുടെ മാർക്കിന് അടിസ്ഥാനമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഓക്കെ, പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത സമയത്ത് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകത ശ്രദ്ധിക്കുക, നിങ്ങൾ മിനിമം 20 KB ഫയൽ സൈസ് വേണം. മാക്സിമം 50 KB മുകളിൽ പോകാനും പാടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം. റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ നമ്മളിവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ എന്നിട്ട് അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ഉണ്ടോ എന്നൊക്കെ നോക്കട്ടോ. ഞാൻ ഇപ്പോൾ ഡെമോ അക്കൗണ്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒരു ഫോട്ടോ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ക്ലിയർ ഉണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ കൊടുത്താൽ അടുത്തത് നമുക്ക് എന്താണ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ ആണെങ്കിൽ നമുക്ക് 10 KB മിനിമം വേണം, 30 KB കൂടാനും പാടില്ല. ഇവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിതാ ജസ്റ്റ് സിഗ്നേച്ചർ നമ്മളെന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സിഗ്നേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, ഈ സിഗ്നേച്ചർ എക്സാമ്പിൾ കാണിച്ചാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സിഗ്നേച്ചർ നല്ല ക്ലിയർ വേണം കേട്ടോ അവിടെ. ഓക്കെ, ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ അടുത്തത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് PWD കാൻഡിഡേറ്റ്സ് അല്ല എന്നുള്ളതാണ്. അതായത് ഫിസിക്കലി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണല്ലോ, നോർമൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ഒന്നും എന്ത് ചെയ്യേണ്ട ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് PWD കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, ശാരീരികമായുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് അവരുടെ എന്ത് തരത്തിലുള്ള വൈകല്യമാണെന്ന് തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ശാരീരികമായ പ്രശ്നങ്ങളില്ലാത്ത ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ അവിടെ നോ എന്നാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ എന്ത് ചെയ്യേണ്ട അവിടെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യുക, അവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ അപേക്ഷയുടെ നമ്മളിപ്പോൾ അത് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ഘട്ടം നമ്മളിവിടെ അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതാ ഓക്കെ ആണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പോയിട്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പോപ്പ് മെസ്സേജ് വരും. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് വീണ്ടും കൊടുക്കുക. ഓക്കെ, 100 രൂപയാണ് നമ്മൾ അപേക്ഷ ഫീസ് അടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ളത് വീണ്ടും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കാർഡ്, നമുക്ക് ഏതെങ്കിലും ATM കാർഡ് ഉണ്ടെങ്കിൽ ഏത് ബാങ്കിൻ്റെ നിങ്ങൾക്ക് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതും ഈ പറയുന്ന രീതിയിലുള്ള വിസ അല്ലെങ്കിൽ റുപ്പേ അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാസ്റ്റർ കാർഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീ അടയ്ക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് ഫീ അടയ്ക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫീ അടയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഗൂഗിൾ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി മറ്റേതെങ്കിലും രീതിയിലാണെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ UPI അഡ്രസ്സ് അടിച്ചു കൊടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ UPI അഡ്രസ്സ്, നമ്മുടെ ഗൂഗിൾ പേൻ്റെ UPI അഡ്രസ്സ് ഉണ്ടാവും. അതിൽ ഏതാണ് ഓക്കെ ആക്സിസ് ആണോ ഏതാச்சுം സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെരിഫൈ എന്ന് കൊടുത്താൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് അത് കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്താൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. എന്നിട്ട് അത് പ്രിൻ്റ് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്.
ഓക്കെ, ഫൈനലായിട്ട് നമ്മളെടുത്ത് പ്രിൻ്റ് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ പാടെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമാക്കണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച്, കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ് നമ്മൾ പോവുക, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏതാ, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏതാ, അങ്ങനെയുള്ള ഡിപ്ലോമകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഇത് മാക്സിമം കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.